നമസ്കാരം. നമ്മുടെ സംസ്ഥാന സർക്കാരിന് മുന്നിൽ കടുത്ത പ്രതിസന്ധി ഉയരുകയാണ്. ഒരേ സമയം നയപരവും സാമ്പത്തികവുമായ വെല്ലുവിളിയാണ് കേരള സർക്കാർ നേരിടുന്നത്. മെയ് മാസത്തിൽ 15,000-ലധികം സർക്കാർ ജീവനക്കാർ വിരമിക്കാനിരിക്കവേ പെൻഷൻ ആനുകൂല്യങ്ങളുടെ വിതരണം മുടങ്ങുമോ എന്ന ആശങ്കയും വർദ്ധിക്കുകയാണ്. കടമെടുത്താലും ഇല്ലെങ്കിലും സർക്കാർ ഇപ്പോൾ നേരിടുന്നത് കനത്ത വെല്ലുവിളിയാണ്. വീണ്ടും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കേരളത്തെ തുറിച്ചു നോക്കുകയാണ്. മെയ് മാസത്തിനൊടുവിൽ സർവീസിൽ നിന്നും വിരമിക്കാൻ പോകുന്ന സർക്കാർ ജീവനക്കാർക്ക് നൽകേണ്ട പെൻഷൻ ആനുകൂല്യങ്ങളുടെ സാമ്പത്തിക ഭാരമാണ് സംസ്ഥാന സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്നത്. പ്രതിസന്ധി മറികടക്കുന്നതിനായി കടം എടുത്താലും ഇല്ലെങ്കിലും സംസ്ഥാന സർക്കാർ നട്ടം തിരിയുന്ന സാഹചര്യമാണ് ഉരുത്തിരിയുന്നത്. ഇതോടെ സർവീസിൽ നിന്നും വിരമിക്കാനിരിക്കുന്ന ഒരു വിഭാഗം സർക്കാർ ജീവനക്കാർ ആശങ്കയിലാണ്. കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, നടപ്പ് സാമ്പത്തിക വർഷ കാലയളവിൽ, അതായത് 2024 ഏപ്രിൽ മുതൽ 2025 മാർച്ച് വരെ മൊത്തം 22,000-ലധികം ജീവനക്കാരാണ് സർക്കാർ സർവീസിൽ നിന്നും വിരമിക്കാനിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഇതിൽ 15,000-ഓളം പേരും വിരമിക്കുന്നത് മെയ് മാസത്തിലാണ്. അതായത് ഈ സാമ്പത്തിക വർഷത്തിനിടെ ആകെ വിരമിക്കുന്ന സർക്കാർ ജീവനക്കാരിലെ പകുതിയിലധികം പേരും മെയ് മാസത്തിൽ തന്നെ പിരിയുന്നതാണ് സംസ്ഥാന സർക്കാരിന് കനത്ത സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുന്നതെന്ന് സാരം. എന്തുകൊണ്ട് പ്രതിസന്ധി വരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ, മാറ്റിവെക്കാൻ കഴിയാത്ത ശമ്പളം, പെൻഷൻ ഉൾപ്പെടെയുള്ള മറ്റ് പ്രതിമാസ ചെലവുകൾക്കൊപ്പം 15,000-ലധികം ജീവനക്കാരുടെ വിരമിക്കൽ ആനുകൂല്യങ്ങൾക്ക് മാത്രമായി 7,000 കോടിയിലധികം രൂപ കൂടി മെയ് ജൂൺ മാസങ്ങളിലായി കണ്ടെത്തണം. ഇപ്പോൾ സർവീസിൽ നിന്നും പിരിയുന്ന ജീവനക്കാരന് ശരാശരി 30 ലക്ഷം രൂപയാണ് പെൻഷൻ ആനുകൂല്യങ്ങളായി ലഭിക്കാനുള്ളത്. നടപ്പ് സാമ്പത്തിക വർഷം കേരളത്തിന് കടം എടുക്കാവുന്ന പരിധി കേന്ദ്ര സർക്കാർ ഇതുവരെ നിർണയിച്ച് നൽകിയിട്ടില്ല. ഇതിനകം കടമെടുക്കാൻ അനുവദിച്ച 3,000 കോടി രൂപയും കടമെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതോടെ മെയ് മാസത്തിൽ വിരമിക്കുന്ന ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് മാത്രമായി വലിയ തുക എങ്ങനെ കണ്ടെത്തുമെന്നതാണ് സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. കടം എടുത്താലും വെല്ലുവിളി തന്നെയാണ്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി കൂടുതൽ തുക കടമെടുക്കുന്നത് പ്രായോഗികമല്ല. കൂടാതെ ഇത്രയും വലിയ തുക സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കടമെടുത്താൽ തുടർന്നുള്ള മാസങ്ങളിലെ ശമ്പളവും ക്ഷേമ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള സർക്കാർ ചെലവുകൾക്കും വികസന പ്രവർത്തനങ്ങൾക്കുമുള്ള ഫണ്ടിനുമായി മറ്റു മാർഗങ്ങൾ തിരയേണ്ടി വരും. ഇതിനൊരു പോംവഴിയുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെയായി വിരമിക്കുന്ന സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങുകയോ നീട്ടിവെക്കുകയോ ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മെയ് ജൂൺ മാസം കടന്നു കിട്ടാൻ കടുത്ത വെല്ലുവിളിയാണ് സർക്കാർ നേരിടുന്നത്. ഒന്നുകിൽ പെൻഷൻ ആനുകൂല്യത്തിന്റെ വിതരണത്തിന് സാവകാശം ചോദിക്കുകയോ അല്ലെങ്കിൽ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തലോ ആണ് മുന്നിലുള്ള പരിഹാര മാർഗങ്ങൾ. എന്നാൽ 3 വർഷത്തെ ക്ഷാമബത്ത DA കുടിശ്ശികയായി തുടരുന്ന വേളയിൽ സംസ്ഥാന സർക്കാർ പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് സാവകാശം ചോദിച്ചാൽ എത്ര ജീവനക്കാർ സഹകരിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. അതുപോലെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കണമെങ്കിൽ ഈ മാസം തന്നെ വിഷയത്തിൽ തീരുമാനമെടുത്ത് ഉത്തരവിറങ്ങണം. മെയ് 20-ന് മുൻപ് തീരുമാനം എടുത്താൽ മാത്രമേ ഈ മാസം തന്നെ നടപടിക്രമം പൂർത്തിയാക്കാനും കഴിയുകയുള്ളൂ. നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശ യാത്രയിലാണ്. പെൻഷൻ വർധനവ് സംബന്ധിച്ച തീരുമാനം ഇടതുമുന്നണിയിലും ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ ഉള്ളതിനാൽ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയും ആവശ്യമാണ്. ചുരുക്കത്തിൽ, കടം എടുത്താലും ഇല്ലെങ്കിലും ജീവനക്കാരുടെ വിരമിക്കലുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ മുന്നിലുള്ളത് കടുത്ത വെല്ലുവിളി തന്നെയാണ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.